വി.ഡി. സതീശൻ മന്ത്രിസഭ അധികാരമേറ്റതിൽ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച രാജാക്കാട്ടിൽ യു.ഡി.എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളൊക്കെ യു.ഡി.എഫ് സർക്കാർ നടത്തുമെന്നും യു.ഡി.എഫ് നേതാക്കൾ വ്യക്തമാക്കി. ഒരു പതിറ്റാണ്ടിനു ശേഷം വീണ്ടും യു.ഡി.എഫ് കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയിലും യു.ഡി.എഫ് പ്രവർത്തകരുടെ ആവേശം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വിവിധയിടങ്ങളിൽ പ്രവർത്തകർ പ്രകടനങ്ങൾ നടത്തിയും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കി. രാജാക്കാട്ടിലും യു.ഡി.എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാകും യു.ഡി.എഫ് സർക്കാർ നേതൃത്വം നൽകുക എന്ന് യു.ഡി.എഫ് കൺവീനർ ജോഷി കന്യാകുഴി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ ഉന്നതമായ ക്ഷേമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ നിന്നിരിക്കുന്നത്. അതിന്റെ ഏക തെളിവാണ് ഇന്ന് മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ തന്നെ ആശാവർക്കർമാരുടെ ശമ്പളം 3000 രൂപ കൂടി വർദ്ധിപ്പിക്കുകയും അതുപോലെ അംഗൻവാടി ടീച്ചറിന്റെ ശമ്പളം 1000 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിലുപരി ജൂൺ മാസം 15-ാം തീയതി മുതൽ വനിതകൾക്ക് മുഴുവൻ ഫ്രീ ആയിട്ട് KSRTC യാത്ര ചെയ്യാവുന്ന സംവിധാനമാക്കി ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമുണ്ടായി. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി യു.ഡി.എഫ് സർക്കാർ മുന്നോട്ട് പോകുമെന്നും പറഞ്ഞുകൊണ്ടും യു.ഡി.എഫ് സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും രാജാക്കാട് യു.ഡി.എഫ് ഫണ്ട് കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. യു.ഡി.എഫ് ചെയർമാൻ സിബി കൊച്ചുവള്ളാട്ട്, ജമാൽ ഇടശ്ശേരിക്കുടി, കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടപ്ലാക്കൽ, മിനി ബേബി, ബാബു കൊച്ചുപുര, സിനി മൂലങ്കുഴി, റെജീന ടെൻസൺ, OS ജോസഫ്, ടിൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്.